നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം അല്ലെ. ഇനി നമുക്ക് നോക്കാനുള്ളത് യൂണിറ്റ് 9 ലേണിംഗ് തിയറീസ് 1 എന്നുള്ള ചാപ്റ്റർ ആണ്. ലേണിംഗ് തിയറീസ് 1. ഓക്കെ, അപ്പൊ നമുക്കിനി ലാഗ് ആക്കണ്ട, പെട്ടെന്ന് തന്നെ പറഞ്ഞു പോവാം. അപ്പൊ എന്താണ് ലേണിംഗ് എന്നുള്ളത് അല്ലെ. ലേണിംഗ് തിയറീസിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ, ഇപ്പൊ അടുത്ത ചാപ്റ്റർ വരുന്ന ലേണിംഗ് തിയറീസ് 2 ആണ്. അപ്പോൾ നമുക്ക് ഇനി 2 ചാപ്റ്ററും ലേണിംഗിന്റെ ചാപ്റ്റർ ആണ്. അപ്പൊ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് എന്ത്, വാട്ട് ഈസ് ലേണിംഗ്, എന്താണ് ലേണിംഗ് എന്നുള്ളത്. അപ്പൊ ഇതിൽ ഏത് കാര്യമാണ്, ഇപ്പൊ സോഷ്യൽ ലേണിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ ഒബ്സർവേഷണൽ ലേണിംഗ് ആണെങ്കിലും ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണെങ്കിലും ഓപ്പറന്റ് കണ്ടീഷനിങ് ആണെങ്കിലും ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുൻപ് നമ്മളൊരു ഡെഫിനിഷൻ എഴുതി വെക്കേണ്ട നിർബന്ധമാണ് അല്ലെ. ലേണിംഗ്, അപ്പൊ ആ ഒരു ഡെഫിനിഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ലേണിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് എ റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ഡ്യൂ ടു എക്സ്പീരിയൻസ്. അതായത് നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ച് നമ്മളിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെ. എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുക, നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച്. ഇപ്പൊ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നിന്ന് കുറെ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്, അതിലൂടെ നമുക്ക് കുറെ പഠിക്കാൻ പറ്റുന്നുണ്ട്. ഈ പഠിക്കുന്ന കാര്യം, ഈ എക്സ്പീരിയൻസിലൂടെ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ബിഹേവിയറിലോ നമ്മുടെ പെരുമാറ്റത്തിലോ എല്ലാ കാര്യങ്ങളിലും എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് ലേണിംഗ് എന്ന് പറയാം. അതായത് റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ആണ്. ആ ഒരു ഡെഫിനിഷനിൽ ആ ഒരു പോയിന്റ് നിങ്ങൾ എന്തായാലും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം, വെറുതെ എഴുതി വെക്കരുത്. ലേണിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് എ റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ഡ്യൂ ടു എക്സ്പീരിയൻസ്. അതായത് നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ച് നമുക്ക് വരുന്ന മാറ്റങ്ങൾ, അതിനെയാണ് എന്ത് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളോട് എന്താ ലേണിംഗ് എന്നൊക്കെ ചോദിച്ചാൽ, എന്താ പഠിക്കാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും പുസ്തകം എടുത്ത് വായിക്കുക ഇതാണെന്നുള്ളത്. പക്ഷെ നമുക്ക് ഇവിടെ വരുന്ന എന്താണ്, നമ്മുടെ ബിഹേവിയറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ എക്സ്പീരിയൻസ് കാരണം എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്, ലേണിംഗ് ഇൻവോൾവ്സ് അക്വയറിംഗ് ന്യൂ നോളജ്, സ്കിൽസ്, എക്സ്പീരിയൻസസ്, ഫിയേഴ്സ് ആൻഡ് ഇൻസെക്യൂരിറ്റീസ്. അതെന്തോ ആയിക്കോട്ടെ, നമ്മൾ എന്ത് കാര്യം പഠിച്ചാലും അത് നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റത്തിന് അത് കാരണമാകുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ലേണിംഗ് ആയിട്ട് പറയാം. ഓക്കെ, ഇനി കൈൻഡ്സ് ഓഫ് ലേണിംഗ്. നമ്മൾ പല തരത്തിൽ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു പുസ്തകം എടുത്ത് വായിക്കുക എന്നുള്ളത് എന്താണ്, ലേണിംഗ് ആണ്. പക്ഷെ അതെന്താണ്, നമ്മളിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല അല്ലെ. നമ്മുടെ ചിന്തകളിൽ അല്ലെങ്കിൽ നമ്മുടെ കൊഗ്നിറ്റീവ് പ്രോസസ്സിൽ ചിലപ്പോൾ അത് മാറ്റങ്ങൾ വരുന്നു, നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ അത് കാരണമായേക്കാം. പക്ഷെ ബിഹേവിയറിലായിട്ട് പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളൊന്നും നമുക്കുണ്ടാവില്ല. പക്ഷെ ഈ നമ്മൾ എക്സ്പീരിയൻസിലൂടെ പഠിക്കുമ്പോൾ അത് 2 തരത്തിലാണ് ഉണ്ടാവുക. അസോസിയേറ്റീവ് ലേണിംഗ്, അസോസിയേഷണൽ ലേണിംഗ് ആൻഡ് കൊഗ്നിറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്താണ് കാര്യങ്ങളെ പഠിക്കുകയാണ്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. ഇപ്പോ ഇവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ലീലാസ് ഫിയർ ഓഫ് വാട്ടർ ആഫ്റ്റർ എ നിയർ ഡ്രോണിങ് എക്സ്പീരിയൻസ് ഈസ് ആൻ എക്സാമ്പിൾ. അതായത് ലീലയ്ക്ക് ഇപ്പൊ അടുത്ത് ഭയങ്കര പേടിയാണ്. എന്തുകൊണ്ടാണ്, എന്തിനാണ് പേടി, വെള്ളത്തെ പേടിയാണ്. ഈ വെള്ളത്തിൽ വെള്ളത്തിന് പേടി വരാൻ കാരണം എന്താണ്, അതിലേക്ക് വഴുക്കി വീണിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വഴുക്കി വീണ ആ ഒരു കാര്യം അല്ലെ, ആ വെള്ളത്തിലേക്ക് വീണ് ഉള്ള ആ ഒരു കാര്യം എന്താണ്, ലീലയിൽ പേടി ഉണ്ടാക്കുകയാണ്. അതായത് ആ ഒരു കാര്യം ഇതുമായിട്ട് നമ്മുടെ ഇമോഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്യാണ്. ഇപ്പൊ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന തിയറി എന്താണ്, അസോസിയേഷണൽ ലേണിംഗ് ആണ്. അതായത് ഒരു സ്റ്റിമുലസ് മറ്റൊരു സ്റ്റിമുലസിനുമായിട്ട് എന്താണ് ഒരു അസോസിയേഷൻ അവിടെ നടക്കുന്നുണ്ട് അല്ലെ, അതൊരു ബന്ധം, അത് ബന്ധിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് ക്ലാസിക്കൽ കണ്ടീഷനിങ് പഠിക്കുമ്പോൾ കൂടുതലായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി കോഗ്നിറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്, this involves more complex types of learning using higher mental process. അതായത് നമ്മുടെ പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ക്രിറ്റിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങും പ്രോബ്ലം സോൾവിംഗ് നടക്കുന്ന സമയത്ത് ഇതിനൊക്കെ നമ്മൾ ഹയർ മെന്റൽ പ്രോസസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിലൂടെ നമ്മൾ പഠിക്കുന്ന കുറെ കാര്യങ്ങൾ കൊഗ്നിറ്റീവ്ലി ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കൊഗ്നിറ്റീവ്ലി നമ്മളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്ന കാര്യങ്ങളെയാണ് കൊഗ്നിറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അസോസിയേഷണൽ ലേണിംഗും ഉണ്ട്, കോഗ്നിറ്റീവ് ലേണിംഗും ഉണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത എന്താണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, എന്താണ് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്നായിരിക്കും. അപ്പോൾ ഇതിൽ ഏത് തിയറി ചോദിച്ചാലും, ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് ചോദിച്ചാലും ഓപ്പറന്റ് കണ്ടീഷനിങ് ചോദിച്ചാലും നിങ്ങൾ എഴുതേണ്ട കാര്യം എന്താണ് ലേണിംഗ്, എന്താണ് കൈൻഡ്സ് ഓഫ് ലേണിംഗ് അല്ലെ, അസോസിയേഷണൽ ലേണിംഗ് ആൻഡ് കോഗ്നിറ്റീവ് ലേണിംഗ്. ദെൻ എഴുതുക എന്ത് ഹെഡിങ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഓക്കെ, ഹായ് ഷഫീന. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നമ്മുടെ തിയറി ക്ലാസിക്കൽ കണ്ടീഷനിങ്. എന്താ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാല്, അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഇവാൻ പാവ്ലോ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ
വ്യക്തിയെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത് അല്ലേ. പാവ്ലോസ് എക്സ്പെരിമെന്റ് ആണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ലേണിംഗ് വെയർ ആൻ ഓർഗനൈസേഷൻ to associate a neutral stimulus with a stimulus that naturally produces or produced response. അതായത് സ്പേസ് ഇല്ല കേട്ടോ ഗൈസ്, അത് നോക്കിക്കോളും. ദെൻ അതായത് നാച്ചുറലി നമുക്ക് ഉണ്ടാകുന്ന ഒരു റെസ്പോൺസുമായിട്ട് ഒരു ന്യൂട്രൽ സ്റ്റിമുലസിനെ ബന്ധിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇവാൻ പാവ്ലോ ആരിലാണ് ഈ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്? ഡോഗ്സിലാണ് അല്ലെ. ഡോഗ്, ഒരു നായയിലാണ് ഈ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേക സജ്ജീകരിച്ചിട്ടുള്ള ഒരു എന്താണ് അതിന്റെ അതായത് സലൈവേഷൻ മെഷർ ചെയ്യാനുള്ള കുറെ സജ്ജീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും അതിന്റെ എക്സ്പെരിമെന്റും കാര്യങ്ങളും പിക്ചറൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, അത് ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോ ഇതിലെന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ ഇവാൻ പാവ്ലോന്റെ ഒരു സ്റ്റോറി ഉണ്ട് അല്ലെ. പാവ്ലോ ഇങ്ങനെ വീട്ടില് വെറുതെ ഇരുന്നപ്പോ ഈ ഡോഗിന് ഫുഡ് കൊടുക്കുന്ന കണ്ടു. അപ്പൊ ഈ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഈ ഡോഗ് എന്താണ് സലൈവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഫുഡിന്റെ കൂടെ ഈ ഡോഗിന് ഫുഡ് കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ ഈ പാവ്ലോ എന്ത് ചെയ്തു? ഒരു ബെല്ല് ആഡ് ചെയ്തു. ഈ ബെല്ല് അടിച്ചിട്ട് എന്താണ് ഫുഡ് കൊടുത്തു അല്ലെ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ബെല്ലടിക്കുന്നു, ഫുഡ് കൊടുക്കുന്നു, ബെല്ലടിക്കുന്നു, ഫുഡ് കൊടുക്കുന്നു. ദെൻ ബെല്ല് കേൾക്കുമ്പോൾ തന്നെ ഡോഗ് സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഈ ന്യൂട്രൽ സ്റ്റിമുലസിനെ മറ്റൊരു സ്റ്റിമുലസ് ആയിട്ട്, അതായത് ഓട്ടോമാറ്റിക്കലി നമ്മൾ കൊടുക്കുന്ന ഒരു സ്റ്റിമുലസുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവാൻ പാവ്ലോ അവര് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിലേക്ക് നമുക്ക് വരാം. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞെന്നുള്ളൂ. ഇനി പാവ്ലോസ് എക്സ്പെരിമെന്റ് നമുക്ക് നോക്കാം. അതായത് ന്യൂട്രൽ സ്റ്റിമുലസ് ആയിട്ടുള്ള ബെല്ലിന്റെ കൂടെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ടുള്ള ഫുഡ് ആഡ് ചെയ്തു. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് എഴുതുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്താന്നുള്ളത് എഴുതി വെക്കുക. അതായത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ്, ഇവാൻ പാവ്ലോ ആണ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ നാച്ചുറലി പ്രൊഡ്യൂസേഴ്സ് റെസ്പോൺസിന്റെ കൂടെ ഒരു ന്യൂട്രൽ സ്റ്റിമുലസിനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു എക്സ്പെരിമെന്റിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡോഗിലാണ് ഈ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം, ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആദ്യം എഴുതി വെക്കുക. ദെൻ നമുക്ക് ഇതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള വേർഡ്സുകളാണ് എഴുതേണ്ടത്. അതായത് ന്യൂട്രൽ സ്റ്റിമുലസ്, ഇത് എഴുതേണ്ട രീതിയാണ് പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക. ദെൻ അതിൽ കുറച്ച് ടേംസുകൾ ഉണ്ട്. ന്യൂട്രൽ സ്റ്റിമുലസ്, അതുപോലെ തന്നെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, അതുപോലെ തന്നെ കണ്ടീഷൻഡ് റെസ്പോൺസ്, അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. ഓക്കെ, അതായത് ഈ ന്യൂട്രൽ സ്റ്റിമുലസിന്റെ കൂടെ നമ്മൾ എന്ത് പെയർ ചെയ്യാണ്? ഒരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിനെ പെയർ ചെയ്യാണ്. അതായത് ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ബെല്ലാണ്, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് എന്താണ്? ഫുഡാണ്. അപ്പൊ ഈ ഫുഡിന്റെ കൂടെ നമ്മൾ എന്താണ് പെയർ ചെയ്യുന്നത്? ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്, ബെല്ലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ എന്തുണ്ടായി? നമുക്ക് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടായി, സലൈവേഷൻ ഉണ്ടായി അല്ലെ, സലൈവേഷൻ ഉണ്ടായി. അപ്പൊ ഇതായിരുന്നു ഫസ്റ്റ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിന് 3 സ്റ്റേജസ് ആയിട്ട് നമുക്ക് തരംതിരിക്കാം. അതിൽ ഒന്നാമത്തത് ന്യൂട്രൽ ജസ്റ്റ് 3 സ്റ്റേജുകളായിട്ട് നമുക്ക് എഴുതാം കേട്ടോ. കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള വേ ആണ് പറയുന്നത്. നമുക്കിത് ഈ ഒരു തിയറി എഴുതി വെക്കാൻ കുറച്ച് പണിയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ആദ്യം നമ്മൾ എന്താ ചെയ്തത്? ഫുഡ് കൊടുത്തു അല്ലെ. ഫുഡ് കൊടുത്തു, ഡോഗ് സലൈവേറ്റ് ചെയ്തു. ദെൻ നമ്മൾ ഫുഡിന്റെ കൂടെ ബെല്ല് ആഡ് ചെയ്തു. ബെല്ല് പ്ലസ് ഫുഡ് ആഡ് ചെയ്തു, ഡോഗ് സലൈവേറ്റ് ചെയ്തു. ദെൻ എന്താണ് ഇതിപ്പോ? എന്താണ് ഫുഡ് എന്ന് പറയുന്നത്? അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്, ഇത് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. ഓക്കെ, ഇത് ബെൽ എന്ന് പറയുന്നത് ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്, ഫുഡ് എന്ന് പറയുന്നത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. ഇവിടെ എന്തുണ്ടായി? അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടായി. ഇനി ആഫ്റ്റർ കണ്ടീഷനിങ്, ഇതിന്റെ ഫസ്റ്റ് ഫേസ് ആണ്, ഇത് സെക്കൻഡ്, അതായത് ഡ്യൂറിങ് കണ്ടീഷനിങ് നമുക്ക് പറയാം. ഓക്കെ, അതുപോലെ തന്നെ തേർഡ് ഫേസിൽ എന്തായിട്ട് മാറി? നമ്മൾ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, അതായത് ഈ ബെൽ എന്തായിട്ട് മാറി?
ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ബെല്ലടിക്കുന്നു ഫുഡ് കൊടുക്കുന്നു, ബെല്ലടിക്കുന്നു ഫുഡ് കൊടുക്കുന്നു, അതാണ് നമ്മുടെ ആ ഒരു കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബെൽ എന്തായിട്ട് മാറി? കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ട് മാറി. ഓക്കെ, ബെൽ എന്ന് പറയുന്നത് കണ്ടീഷൻ സ്റ്റിമുലസ് ആയിട്ട് മാറി. എനിക്ക് തന്നെ കുറച്ച് മാറുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ബെൽ എന്ന് പറയുന്നത് കണ്ടീഷൻഡ്, അതായത് നമ്മൾ പഠിപ്പിച്ചെടുത്ത ഒരു സ്റ്റിമുലസ് ആയിട്ട് എന്ത് മാറി? നമ്മുടെ ഈ ബെല്ല് മാറി, കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ട് മാറി. ഒരു കണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടായി, സലൈവേഷൻ ഉണ്ടായി. ഓക്കെ, അപ്പൊ ഇതാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. കുറച്ച് ബുദ്ധിമുട്ടാണ്, നമ്മൾ എഴുതി വെക്കുമ്പോഴും ഈ 3 സ്റ്റേജസ് ആയിട്ട് തന്നെ എഴുതുക. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ടുള്ള ഫുഡിന്റെ കൂടെ നമ്മൾ ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ ഫുഡിന്റെ കൂടെ എന്താണ് ഒന്നും പെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഉള്ള റെസ്പോൺസ് ഉണ്ടായി, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ഉണ്ടായി, അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടായി. സെക്കൻഡ് ഫേസിൽ ബെല്ല് ആഡ് ചെയ്തു അല്ലെ, ഫുഡിന്റെ കൂടെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിന്റെ കൂടെ ഒരു ന്യൂട്രൽ സ്റ്റിമുലസിനെ നമ്മൾ ആഡ് ചെയ്തു. ന്യൂട്രൽ സ്റ്റിമുലസിനെ ബെല്ലിനെ നമ്മൾ ആഡ് ചെയ്തു. ആൻഡ് സലൈവേഷൻ, അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടായി. ദെൻ തേർഡ് ഫേസിൽ എന്തായി തന്നെ നിങ്ങൾ എഴുതി വെച്ചിരിക്കണം, അത് ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇനി അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. അക്വിസിഷൻ, എക്സ്റ്റിങ്ഷൻ, സ്പോണ്ടേനിയസ് റീകവറി, ജനറലൈസേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഇപ്പൊ എന്താണ് സ്പോണ്ടേനിയസ് റീകവറി, അല്ലെങ്കിൽ എന്താണ് ജനറലൈസേഷൻ, എന്താണ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ളത് സെപ്പറേറ്റ് ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഒരു 3 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ അത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതും കൂടെ സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു വെച്ചോളൂ. ഇനി നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ഈ ഡോഗിന്റെ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഒരു ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതെന്താന്ന് വെച്ചാല്, ഇപ്പോ നമുക്ക് അപ്പൊ ആ ഒരു ഡോഗിനെ, ഒരു പ്രത്യേക ആ ഡോഗിനെ എസ്കേപ്പ് ആവാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മൾ ആ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതില് നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് ഈ ഡോഗിന് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അല്ലെ. ഇപ്പൊ അത് ഏത് എക്സ്പെരിമെന്റ്, ഇപ്പൊ ലേണിംഗിന് നടത്തിയിട്ടുള്ള എല്ലാ എക്സ്പെരിമെന്റിലും ഈ ലേൺഡ് ഹെൽപ്ലെസ്നെസ് നമുക്ക് കാണാൻ പറ്റും. അതായത് ആ ഒരു ജീവിക്ക്, നമ്മൾ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ജീവിക്ക് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഉള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ലേൺ ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത് എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇനി ഒന്നും കഴിയില്ല എന്നുള്ളൊരു തോന്നല് ആ ഒരു ഡോഗിനും, ഇപ്പോ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റാറ്റിനും ഒക്കെ എന്താണ് തോന്നുന്നത്. അതായത് അവരൊന്നും ചെയ്യാതെ മിണ്ടാതെ അവിടെ ഇരിക്കും. അപ്പൊ ഇത് ബേസിക് ആയിട്ടുള്ള പറഞ്ഞതാണ്. ഇനി അപ്പൊ അത് നിങ്ങൾ ചിലപ്പോൾ ഒരു 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കാനുള്ള അല്ലെങ്കിൽ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ജസ്റ്റ് അതൊന്ന് നോക്കി വെച്ചോളൂ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത് നമുക്ക് നോക്കാം. അപ്പൊ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ എഴുതി വെക്കുക. ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ്, ലേണിംഗ് തിയറി ആണ്. അതുപോലെ തന്നെ എന്താണ് BF സ്കിന്നർ ആണത് കൊണ്ടുവന്നിട്ടുള്ളത്. തൊണ്ടൈക്കിന്റെ തിയറിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു ഫണ്ടമെന്റൽ തിയറി എന്ന് പറയുന്നത് തൊണ്ടൈക്കിന്റെ തിയറി ആയിരുന്നു എന്നുള്ളത് എഴുതി വെക്കുക. അതായത് നമ്മളിപ്പോ ഒരു ഇൻസൈറ്റ് ലേണിംഗ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ ഒരു ബിഹേവിയറിനെ റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആ ഒരു ബിഹേവിയറിന് കിട്ടണം എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ബിഹേവിയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പോസിറ്റീവ് ഔട്ട്കം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആ ഒരു ബിഹേവിയറിനെ റിപ്പീറ്റ് ചെയ്യും. അതായിരുന്നു തൊണ്ടേക്കിന്റെ തിയറി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ബേസിൽ വന്നിട്ടുള്ള ഒരു തിയറിയാണ് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ലോ ഓഫ് എഫക്റ്റ് എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ പഠിക്കേണ്ട മറ്റൊരു കാര്യം. അതായത് തൊണ്ടൈക്കിന്റെ തിയറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്താണ് ലോ ഓഫ് എഫക്റ്റ്. അതായത് ആ ഒരു സെന്റൻസ് നോട്ട് ചെയ്യണം. എന്താണ് ലോ ഓഫ് എഫക്റ്റ് എന്നുള്ളത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ബിഹേവിയേഴ്സ് ഫോളോഡ് ബൈ പോസിറ്റീവ് റിസൾട്ട്സ് ആർ മോർ ലൈക്ലി ടു ബി റിപ്പീറ്റഡ്. അതായത് നമുക്ക് ഒരു ബിഹേവിയർ കാണിക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിഹേവിയറിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ബേസിൽ നമ്മുടെ BF സ്കിന്നർ എന്ത് ചെയ്തു, ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു തിയറി കൊണ്ടുവന്നത്. റാറ്റിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു ലിവർ പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു റാറ്റിന് എന്താണ് ഫുഡ് കിട്ടും. ഓക്കെ, അപ്പൊ ആ ഒരു എക്സ്പെരിമെന്റ് എന്താന്നുള്ളത് എഴുതി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോണ്ടു, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് മെൻഷൻ ചെയ്തിട്ടാൽ മതി.
ഓക്കെ, അതായത് ഒപ്പറന്റ് കണ്ടീഷനിങ് ചേംബറിൽ അല്ലെങ്കിൽ സ്കിന്നർ ബോക്സിൽ ആ ഒരു ആനിമൽ ബിഹേവിയറിനെ ആണ് ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് കോൺസിക്വൻസസിലൂടെ ഇപ്പോൾ 2 ലിവർ ആയിരുന്നു അതിലുണ്ടായിരുന്നു അല്ലെ, ഒരു ഗ്രീൻ ബട്ടൺ ഒരു റെഡ് ബട്ടൺ ഉണ്ടായിരുന്നു. അതിൽ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്താണ് ഷോക്ക്, ഇലക്ട്രിക് ഷോക്ക് വരും. ഗ്രീൻ ബട്ടൺ ആണെന്നുണ്ടെങ്കിൽ ഫുഡ് വരും. അപ്പൊ ഈ റാറ്റ് ആ ഒരു ബോക്സ് സ്കിന്നറിയം ബോക്സിലൂടെ ഓടിക്കളിക്കുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ പ്രസ് ആവുന്നു, ഷോക്ക് കിട്ടുന്നു, ദെൻ എന്താണ് വീണ്ടും ഓടിക്കളിക്കുന്നു, ചിലപ്പോൾ എന്താണ് ഗ്രീൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു, അപ്പൊ എന്താണ് ഫുഡ് കിട്ടുന്നു. വീണ്ടും റാറ്റ് എന്ത് ചെയ്യാണ്, ഓടിക്കളിക്കുന്നു. ഇതേ കാര്യം ഈ സംഭവം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് റാറ്റിന് കിട്ടുകയാണ്. അപ്പൊ ഈ ഗ്രീൻ ബട്ടണിൽ പ്രസ് ചെയ്താൽ ഫുഡ് കിട്ടുന്നുള്ളത് റാറ്റ് പഠിക്കുകയാണ്. ഓക്കെ, അപ്പോ റാറ്റ് എന്ത് ചെയ്യാണ്, റാറ്റ് ഡയറക്റ്റ് ആയിട്ട് ഗ്രീൻ ബട്ടണിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ആനിമൽ എന്ത് ചെയ്യാണ്, ആ ഒരു സംഭവം പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് പണിഷ്മെന്റ് എന്ന് പറയുന്ന 2 കാര്യങ്ങൾ നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യണം. അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്ത് ബിഹേവിയർ നമ്മൾ കാണിക്കുമ്പോഴും നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ഒരു റിവാർഡാണ് നമുക്ക് കിട്ടുന്നത് എങ്കിൽ നമ്മൾ ആ ഒരു ബിഹേവിയർ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. നേരെ മറിച്ച് നമുക്കൊരു പണിഷ്മെന്റ് ആണ് കിട്ടുന്നതെങ്കിലോ നമ്മൾ ആ ഒരു ബിഹേവിയറിനെ ഡിക്രീസ് ചെയ്ത് കുറച്ച് കുറച്ച് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെ ഇതിൽ വരുന്ന കോൺസിക്വൻസസ് റീഇൻഫോഴ്സ്മെന്റ്, പോസിറ്റീവ് പണിഷ്മെന്റ്, അതുപോലെ നെഗറ്റീവ് പണിഷ്മെന്റ് എന്നുള്ള കാര്യങ്ങൾ. ഇപ്പൊ റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് പണിഷ്മെന്റ് തന്നെ, റീഇൻഫോഴ്സ്മെന്റിന് എന്തുണ്ട്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റും ഉണ്ട്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും ഉണ്ട്. പണിഷ്മെന്റിൽ എന്തുണ്ട്, പോസിറ്റീവ് പണിഷ്മെന്റും ഉണ്ട്, നെഗറ്റീവ് പണിഷ്മെന്റും ഉണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ബിഹേവിയറിനെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാനുള്ളതായിരിക്കും. ഇപ്പൊ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഒരു ബിഹേവിയറിനെ ഇൻക്രീസ് ചെയ്യാനുള്ളതും പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഒരു ബിഹേവിയറിനെ കുറച്ച് കൊണ്ടുവരാനുള്ളതായിരിക്കും. അതായത് പണിഷ്മെന്റിന് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഒരു ബിഹേവിയറിനെ ഡിക്രീസ് ചെയ്ത് കൊണ്ടുവരാനുള്ളതായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ പ്രൈമറി ആൻഡ് സെക്കൻഡറി റീഇൻഫോഴ്സ്മെന്റ്, ഇത് ചിലപ്പോൾ ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അത് പ്രൈമറി എന്ന് പറയുമ്പോൾ നമുക്ക് ഫുഡ്, വാട്ടർ, നമ്മുടെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതായത് പ്രൈമറി ആയിട്ട് ഇപ്പൊ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു മിഠായി ഒക്കെ തരുന്നത് എന്താണ്, പ്രൈമറി റീഇൻഫോഴ്സ്മെന്റ് ആണ്. സെക്കൻഡറി റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ നല്ല മാർക്ക് മേടിച്ചു നമുക്കൊരു ഗ്രേഡും അതിന്റെ ഒപ്പം ഒരു സ്റ്റാറും അല്ലെങ്കിൽ കുറച്ച് ക്യാഷ് പ്രൈസ് ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു മൊമെന്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് സെക്കൻഡറി റീഇൻഫോഴ്സ്മെന്റ് ആണ്. അതുകൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടല്ലോ. പിന്നെ വരുന്നത് നമ്മൾ ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണെങ്കിലും ഒപ്പറന്റ് കണ്ടീഷനിങ് ആണെങ്കിലും അതിന്റെ ഒരു പ്രാക്ടിക്കൽ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷേപ്പിംഗ് ആൻഡ് ചെയിനിങ് എന്ന് പറയുന്ന 2 കാര്യങ്ങൾക്കാണ് നമ്മളത് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അതായത് ഷേപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ബിഹേവിയറിനെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ ഒക്കെ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ക്ലാസിക്കൽ ഒപ്പറന്റ് കണ്ടീഷനിങ്ങിന്റെ ആ ഒരു തിയറി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ഈ റീഇൻഫോഴ്സ്മെന്റ്, പണിഷ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ഒരു ബിഹേവിയറിനെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരാറുണ്ട്. ചെയിനിങ് എന്ന് പറയുമ്പോൾ അതെന്താണ്, ഒരു ലേണിംഗ് എ സീക്വൻസ് ഓഫ് ബിഹേവിയേഴ്സ് വെയർ ഈച്ച് ബിഹേവിയർ സെർവ്സ് ആസ് എ ക്യൂ ഫോർ ദ നെക്സ്റ്റ് ഇൻ ദ ചെയിൻ. അതായത് നമ്മളിങ്ങനെ ഒന്ന് മറ്റൊന്നിന്റെ ക്യൂസ് ആയിട്ട് നമ്മൾ പഠിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ഫോൺ നമ്പർ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള ക്യൂസുകളാക്കിയിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. ഇപ്പൊ എന്തെങ്കിലും നമ്പേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ ചെയിനിങ് ആയിട്ട് പഠിക്കാറുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ദെൻ അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ആപ്ലിക്കേഷൻസ് പറയുമ്പോൾ എഡ്യൂക്കേഷൻ, അതുപോലെ ഒക്യുപ്പേഷണൽ സെറ്റിംഗ്സിൽ, ക്ലിനിക്കൽ സെറ്റിംഗ്സിലൊക്കെ നമ്മൾ ഒപ്പറന്റ് കണ്ടീഷനിങ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് പണിഷ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെ, കുട്ടികളിലൊക്കെ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് പണിഷ്മെന്റ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ TTC പഠിക്കുന്ന ആളുകളൊക്കെ ഇത് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ യൂസ് ടു എൻകറേജ് ഡിസൈർഡ് ബിഹേവിയർ ആൻഡ് ഇംപ്രൂവ് പെർഫോമൻസ്. അതായത് നമ്മുടെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ബിഹേവിയർ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റീഇൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും ഒക്കെ ഉപയോഗിച്ച് ആ ഒരു ബിഹേവിയറിനെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാറുണ്ട്. അതായത് നമുക്ക് ആ ഒരു ബിഹേവിയർ ഇൻക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നുള്ളത്. അതുപോലെ നമ്മുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അപ്ലൈഡ് ബിഹേവിയർ അനലൈസിസ്, ABA തെറാപ്പിസ്റ്റുകളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒരു ബിഹേവിയറിനെ മോഡിഫൈ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂസ് ഇറ്റ് ഇൻ മാർക്കറ്റിംഗ് ടു എൻകറേജ് കസ്റ്റമേഴ്സ് ലോയാലിറ്റി, അതായത് മാർക്കറ്റിംഗിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി.